ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിയിലേക്ക് സാർ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി തമിഴ് മൂവിയാണ്. തങ്കലാൻ എന്നാണ് മൂവിയുടെ പേര്. നമുക്കറിയാം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കണ്ടിറങ്ങിയപ്പോൾ. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് പറയാണ്ടിരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പല പ്രതിസന്ധിയിൽ തന്നെ റിലീസ് ഡേറ്റ് മാറ്റി അവസാനം ഓഗസ്റ്റ് 15 റിലീസ് ചെയ്തെങ്കിൽ കാരണം അത് അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയേണ്ടി വരും. ആ തങ്കലാനെ കുറിച്ച് പറയാം. പാരഞ്ജിത്താണ് ഇതിൻ്റെ രാഷ്ട്രീയത്തിലുള്ള സ്ക്രീൻ പ്ലേ മദ്യം തന്നെയാണ്. പാരഞ്ജിത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ പറയുക, തൻ്റെ ചിത്രത്തിൽ എന്താണ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവേണ്ടത് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മികച്ച ഡയറക്ടർ തന്നെയാണ് പാരഞ്ജിത്ത്. അപ്പോൾ അദ്ദേഹത്തിന് മികച്ച തിരക്കഥയും തങ്കലാന് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതും പറയാൻ സാധിക്കും. ഇനി മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ജി വി പ്രകാശ് കുമാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ സമീപകാലത്ത് കേട്ടിട്ടുള്ള അത്യാവശ്യം ഒരു സപ്പോർട്ടിങ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ജി വി പ്രകാശിൽ നിന്നും നമുക്ക് തങ്കലാണ് കിട്ടിയിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ ചിയാൻ വിക്രം, പാർവതി തിരോത്ത്, മാളവിക മോഹൻ, പശുപതി തുടങ്ങിയ പ്രധാനമായും കാശിങ് വന്നിട്ടുള്ളത്. ബാക്കി ഒരുപാട് താരങ്ങളുണ്ട്, അവരുടെ പേരുകൾ അറിയില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. നമ്മൾ കണ്ട് പരിചയമുള്ള മുഖങ്ങളും കാണാത്ത പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ കടന്നു പോകുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൽ ബ്രിട്ടീഷുകാരായി വന്നിട്ടുള്ള കുറച്ച് വ്യക്തികൾ, അതുപോലെ തന്നെ ചിയാൻ്റെ കൂടെ നിൽക്കുന്ന അവിടുത്തെ നാട്ടുകാർ, അവരൊരു ഹസ്ബൻഡ് വൈഫ് എന്ന 2 വ്യക്തികൾ, മക്കളായി വരുന്ന കുട്ടി, ഒരു ഏറ്റവും താഴെയായിട്ടുള്ള വരുന്നൊരു കുട്ടിയുണ്ട്. അവരുടെ പേരൊന്നും അറിയെങ്കിൽ പോലും മികച്ച പ്രകടനം തന്നെ കാഴ്ച വെച്ചിട്ടുള്ളത്. പേരറിയാത്തതിൽ വളരെ ഒരു വിഷമം തന്നെയുണ്ട്. നമ്മൾ തങ്കലാൻ്റെ സ്റ്റോറി നോക്കുമ്പോൾ തുടക്കം തന്നെ നമ്മുടെ ഇതിൽ വില്ലൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് കാണിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു വില്ലൻ്റെ ഇൻട്രോ കാണിക്കുന്നു. അവർ പ്ലാൻ ചെയ്തു ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനൊരു സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ പേയാണോ മനുഷ്യരാണെന്ന് അറിയില്ല, ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, അവിടെ എത്തുമ്പോൾ എല്ലാവരും കൊല്ലപ്പെടുന്നു പറയുന്നുണ്ട്. നമുക്കതൊന്നും വ്യക്തമായി മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു പോസിറ്റീവായി തോന്നിയത് ട്രയലിൽ നിന്ന് വ്യക്തമായി തന്നെയാണ് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ സ്റ്റോറി എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നേരെ സ്റ്റോറിലോട്ട് നമ്മൾ വരുമ്പോൾ നേരെ ചെയ്യാനുള്ള ഇൻട്രോ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇൻട്രോ ആണ് ചെയ്യാൻ്റെ വിക്രമിൻ്റെ ഇൻട്രോ കാണിച്ചിട്ടുള്ളത്. ഒരു ഫാമിലി പാൻ, അതായത് പാർവതിയാണ് വൈഫായിട്ട് വന്നിട്ടുള്ളത്, കുറച്ച് മക്കളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആൾ കൃഷിയാണ് ജോലി. ആ കൃഷിയുമായി ഒരു ഇൻസിഡൻറ്റ് പ്രധാനമായിട്ട് സംഭവിക്കുന്നു. അതുമായി ജീവിക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അവിടുത്തെ ബ്രിട്ടീഷ് കുറച്ച് വ്യക്തികൾ പറയുന്നത് തങ്കലാൻ ഞാൻ കൊണ്ടുപോവാണ്, ആളെ എനിക്ക് വേണം, കാരണം സ്വർണ്ണടക്കമായ വ്യക്തിയാണെന്ന് പറയുന്നു. ട്രെയിനിൽ നിൽക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ചെയ്യാൻ അങ്ങനെ പോകുന്നു, അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. അവിടെയും ബ്രിട്ടീഷിൻ്റെ ഒരു മുതലാളിത്തം, അടിമത്തം എന്ന് പറഞ്ഞ ഒരു കമ്പയറായിട്ട് അവിടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത് തിരിച്ചറിയുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും തൻ്റെ ജനങ്ങളെ രക്ഷിക്കുക, എങ്ങനെ രക്ഷ നേടുക തിരിച്ചറിയാൻ സ്റ്റോറിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്നും അതായത് മെയിൻ കണ്ടൻറ്റായിട്ട് ഈ സ്വർണം കൈക്കലാക്കണം, അതെങ്ങനെയാണ് കൈക്കലാക്കുക, അതായത് കുറേ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ സ്പോയിലറാവും. അതാണ് സ്റ്റോറി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അത് ഗംഭീരമായി തന്നെയാണ് അവർ മേക്കിങ്ങിലൂടെ തന്നെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നു. ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നുന്നു പ്രകടനം തന്നെയാണ്. ചിയാൻ വിക്രം എന്ന് പറയുന്ന നടൻ്റെ മികച്ച പ്രകടനം ഇതിൽ കാഴ്ചവെച്ചു. എസ്പെഷ്യലി തുടക്കത്തോട് ഒടുക്കം വരെ ഗംഭീരമായിട്ടുള്ള വെയിലത്ത് നിന്നുള്ള ഒരു സീൻസാണ്, സീൻ ബൈ സീൻ തന്നെയാണ്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും ഗംഭീരമായിട്ട് വെയിൽ കൊള്ളുന്നുണ്ടെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡാണ്, അതായത് കൂടുതൽ ലൊക്കേഷൻസ് മുകളിൽ മറയ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വെയിലടിക്കുന്നത് കാണാൻ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വെയിലത്ത് തന്നെയാണ് ഓരോ ചെയ്യാനും മാത്രമല്ല ഇതിൽ അഭിനയിച്ച എല്ലാ വ്യക്തികളും വെയിലത്താണ് കൂടുതൽ സീൻസൊക്കെ കാണുന്നത്. അതായത് വെയിലത്ത് മണ്ണത്ത് കെടുക്കുന്നു, അങ്ങനെ ഒരുപാട് ഭാഗം കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ചെയ്യാനെന്ന് പറയുന്ന നടൻ്റെ ഒരു മേക്ക് ഓവർ ഇതിൽ കാണിക്കാൻ സാധിക്കും. നമുക്ക് ട്രെയിലർ തന്നെ വ്യക്തമാണ്. കാരണം സ്കെൽറ്റായിട്ടുള്ള കഥാപാത്രം താടി ഇറക്കി, അതായത് മുഖത്തൊക്കെ ഞെക്കി ചൊളിഞ്ഞിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ചെയ്യാൻ സപ്പോർട്ടായി പാർവതി തിരോത്ത് എന്ന് പറയുന്ന ഒരു നടി, അതായത് ചെയ്യാൻ്റെ വൈഫായിട്ടാണ് ആ കഥാപാത്രമായി വന്നിട്ടുള്ളത്. പാർവതി കുറിച്ച് പറയുന്നത് ഉടലല്ല ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിൽ നമ്മൾ ഗംഭീരമായിട്ടുള്ള പാർവതിയുടെ പ്രകടനം കണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും തങ്കലാൾ വരുമ്പോൾ അത് ഗംഭീരമായി തന്നെ വീണ്ടും ഞെട്ടിച്ചു. കാരണം ഒരു വൈഫോ അല്ലെങ്കിൽ ഒരു അമ്മയോ എന്ന് പറഞ്ഞ് 2 പ്രതിസന്ധി നിൽക്കുമ്പോഴുള്ള ആ കഥാപാത്രം ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇമോഷൻസ് ഗംഭീരമായിട്ട് വരുന്ന ഒരുപാട് സീൻസ് പാർവതി കണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിൽ അടുക്കുമ്പോൾ ഇൻ്റർവെൽ ലാസ്റ്റ് ഇൻ്റർവെൽ തൊട്ടുമ്പോൾ സീൻസ് ഗംഭീരമായി തന്നെയാണ് ആ സീൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഇമോഷണൽ കാണുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രത്തിനെ മനസ്സലിയുന്ന ഒരു കഥാപാത്രം തന്നെയാണ് പാർവതി ഇമോഷണൽ കാഴ്ചവെച്ചത്. കാരണം വ്യക്തം തന്നെയാണ് അത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് കഥാപാത്രമാണെങ്കിൽ അതെടുത്ത് പറയുന്നുണ്ട്. കാരണം നിന്നെ കൊല്ലാതെ വിടുന്നത് നിൻ്റെ ഭാര്യയ്ക്കും ആരും സംരക്ഷണ ഒരു വ്യക്തി വേണം, അതുകൊണ്ട് മാത്രമാണ് നിന്നെ കൊല്ലാതെ വിടുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർവതി എന്ന് പറയുന്ന നടിയുടെ മികച്ച പ്രകടനം ഇതിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മാളവിക മോഹൻ എന്ന് പറയുന്ന നടിയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇതിലുണ്ടാക്കുക. കാരണം മാരുതി എന്ന് പറയുന്ന 2 ആംഗിൾ വരുന്ന ഒരു കഥാപാത്രം,
അത് മികച്ച് തന്നെ ചെയ്തു. കാരണം അവർക്ക് കൂടുതലായിട്ട് സ്പേസോ കാര്യങ്ങളും തന്നെ ചിത്രത്തിൽ ഇല്ലെങ്കിൽ പോലും സീൻ ബൈസ് നോക്കുമ്പോൾ പക്ഷേ എങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യാരതി എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് മാളവിക മോഹൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ പാർവതിയും അതോടൊപ്പം തന്നെ മാളവികയും മികച്ച രീതിയിൽ തന്നെയാണ് കാഴ്ച ചെയ്യാൻ സാധിച്ചത്. കാരണം എസ്പെഷ്യലി കാരണം മാളവികയ്ക്ക് ഇത് ഒരുപാട് അലർച്ചയും ഇമോഷണൽ സീൻസാണ് കുറേ കൂടുതൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ ഓളിടുമ്പോഴുള്ള ഒരു ഓറ കാണുന്ന പ്രശ്നം കണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ പടത്തിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഒരു ഓളിടൽ. കാരണം അതിൽ വ്യക്തി നിൽക്കുന്ന ഒരുപാട് പേര് ചെവി പൊത്തുന്നുണ്ട്. കാരണം ഒരു ദേവിയുടെ പ്രതീകം, കാരണം ആ സ്വർണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച വ്യക്തിയാണ് മാളവിക മോഹൻ എന്ന് പറയുന്ന ആരോഗ്യയുടെ കഥാപാത്രം. അപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കുന്ന ഒരുപാട് സീൻസൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായി തന്നെ മാളവിക മോഹനും ചെയ്തു. അതുപോലെ തന്നെ പശുപതി മികച്ച റോൾ തന്നെയാണ് പശുപതി ചെയ്തത്. കോമഡി സീൻസൊക്കെ കുറച്ച് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ കണ്ടു ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരായ നല്ല 2 വ്യക്തികളുണ്ട്, അവരും നല്ല ഗംഭീരമായി തന്നെയാണ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെയ്യാനും മക്കളായി വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, അവരെ പേരറിയില്ല, പക്ഷേ അവരെല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ആ ചെറിയ കുട്ടി പോലും മികച്ചതായിട്ടുള്ള, കാരണം അതിൻ്റെ ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എസ്പെഷ്യലി ആ ചിരി നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ആ മനസ്സിലാ മുഖം ഉണ്ട്. കാരണം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇൻ്റർവ്യൂവിൽ ശേഷം പോകുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. കാരണം ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുക, എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയും ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു. പക്ഷേ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ആയിട്ട് എല്ലാ ടെൻഷൻ മാറ്റി കുറച്ച് എന്താ പറയുക ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവം തന്നെയാണ് തങ്കലാൻ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തു പോയ ഡയറക്ഷൻ, അതായത് ഇപ്പോൾ ആരും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ഡയറക്ഷൻ തന്നെ എടുത്ത് സാധിക്കും. കാരണം സ്ക്രിപ്റ്റിനുപരി ഇപ്പോൾ ഡയറക്ഷൻ മേക്കിംഗ് രീതിയും ഗംഭീരമായി തന്നെ ചെയ്തുകൊണ്ട് തന്നെയാണ് തങ്കലാൻ കാണുന്നത്. പക്ഷെ മടുപ്പ് തോന്നാത്തത്, കാരണം ഒരുപാട് രംഗങ്ങൾ ഇതിൽ സീൻ ബൈ സീൻസായി വരുന്നുണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ എടുത്ത് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൽ എന്താ പറയുക ഒരുപാട് സീൻസ് വരുന്നുണ്ട്. കാരണം ബ്രൈവ് വരുന്ന സീൻസ്, അത് തുടക്കത്തിൽ കൊടുക്കും വരെ എൻഡ് ഓഫ് സീൻസ്, പല സീൻസ് ഉണ്ട്. തുടക്കത്തിൽ ഒരു നമ്മുടെ ലോങ് ഷോട്ടും ഷാർപ്പ് ഷൂട്ടും ഉണ്ട്. അതായത് ലോങ് ഷോട്ട് വരുന്ന ഒരുപാട് സീൻസ് കാണിക്കുന്നുണ്ട്. പാർവ സീൻസൊക്കെ ലോങ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നീടാണ് അടുത്തോട്ട് വരുന്നത്. അത് ഗംഭീരമായി തന്നെയാണ് ഓരോ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. സപ്പോർട്ടായി പറയുമ്പോൾ ജി വി പ്രകാശിൻ്റെ മ്യൂസിക്കും ഗംഭീരമായി തന്നെയാണ് ജി വി പ്രകാശ് ചെയ്തിട്ടുള്ളത്. കാരണം എടുത്ത് പറയണം, കാരണം എസ്പെഷ്യലി തങ്കലാനെ ആ പാട്ടൊക്കെ ഗംഭീരമായി തന്നെയാണ് ജി വി പ്രകാശിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ വിചാരിച്ചു ക്ലൈമാക്സ് പടയ്ക്കുന്ന സീനാണെന്ന്, പക്ഷെ അത് അങ്ങനെയല്ല. ഈ പടത്തിൻ്റെ എവിടെയാണ് ആ സീൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ബാൻഡ് സ്കോർ വേണ്ടത് ഗംഭീരമായി തന്നെ ചെയ്തു. അതിന് ഇതിന് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും കൊറിയോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റും എടുത്ത് പറയണം. കാരണം എസ്പെഷ്യലി ഇതൊരു പാമ്പിൻ്റെ സീൻസ് 2 ഭാഗത്തായി വരുന്നുണ്ട്. കാരണം കാണുന്നത് ഭയം, കാരണം തുടക്ക സീൻസിൽ പാമ്പ് എന്നൊരു കയറ്റിൽ പിടിക്കുന്ന സീനുമായിട്ട് കാണിക്കുന്നുണ്ട്. തിരിച്ചിട്ട് ആ സീൻ വന്നപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ഗംഭീരമായിട്ട് തന്നെയാണ് ആ സീൻ ഒരുക്കിച്ച്, നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കില്ല ആ സീൻസൊക്കെ. അതുപോലെ തന്നെ എൻ്റെ കൊറിയോഗ്രാഫ് വസ്ത്രാലങ്കാരത്തിൽ വരുന്ന ടീം ഗംഭീരമായി തന്നെയാണ് വസ്ത്രാലങ്കാരം ചെയ്തത്. കോസ്റ്റ്യൂം നോക്കിക്കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്യൂം ഒന്നുമില്ല, കാരണം ഒരു മുണ്ടും മേലെ ഷർട്ട് വരുന്നില്ല, സ്ത്രീകൾക്കടങ്ങുന്ന അങ്ങനെ കഥാപാത്രം തന്നെയാണ്. പക്ഷേ എങ്കിലും അവർക്ക് കൊടുത്തുള്ള മേക്കപ്പും ആ വസ്ത്രാലങ്കാരം ഗംഭീരമായി തന്നെ TLS മസ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രേക്ഷകർ തങ്കലാൻ സപ്പോർട്ടായി ചെയ്യാൻ സാധിച്ചു. അത് മറ്റൊരു പോസിറ്റീവ് എനിക്ക് തോന്നി. നൈറ്റിലോട്ട് വരുമ്പോൾ ഡ്യൂറേഷൻ തന്നെയാണ്, കാരണം സ്ക്രിപ്റ്റിൽ ഒരു പോരായ്മ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പല സീൻസും ഗംഭീരമായി കൈയടിച്ച് ഇറങ്ങാൻ സീൻസ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിൽ ഗംഭീരമായി തന്നെ മടുപ്പിച്ച് നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്ന ഒരുപാട് സീൻസ് കടന്നു പോകുന്നത്. കാരണം ഡ്യൂറേഷൻ തന്നെയാണ് ഏറ്റവും വലിയ വില്ലനാണ് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫിലോട് കുറച്ചുകൂടി ചാർജായി വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി നമുക്കറിയാം എന്താണ് സ്റ്റോറി അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ബാക്കി തോന്നുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉള്ള വ്യക്തികൾ പരസ്പരം മാറാതിരുന്നാൽ മതി എന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ എന്താ കുറച്ച് ക്ലൈമാക്സിൽ എന്താ പറയുക ഗംഭീരമായ ട്വിസ്റ്റും ബാൻഡ് സപ്പോർട്ടുള്ളതാണ് ഗംഭീരമായ ട്രീറ്റ്മെൻറ്റ് എനിക്ക് തോന്നി. തങ്കലാൻ മികച്ച പ്രകടനം തന്നെ ഓരോ വ്യക്തികളും കാഴ്ചവെച്ചത്. ഞാൻ നമ്മുടെ തമ്പലൈൻ കൊടുത്തപ്പോൾ തങ്കലാൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രം തങ്കം തന്നെയാണ്. കാരണം തങ്കം എന്ന് വെച്ചതിൽ ഓരോ വ്യക്തികളും നമുക്ക് ഇടയിലുള്ള ഒരു സ്വർണ്ണ കട്ടികൾ തന്നെയാണ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റോറി സ്വർണ്ണം കട്ടിയെടുക്കെങ്കിൽ പോലും ഓരോ വ്യക്തികളും തനിക്കായി കൊടുത്തുള്ള റോള് ഗംഭീരമായി തന്നെ ചെയ്തു. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന മൂവി തന്നെയാണ് തങ്കലാൻ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ തങ്കലാൻ കാണാത്തിനും തിയേറ്ററിൽ പോയി തന്നെ ഗംഭീരമായി തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെയും പോയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.